തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സ്പായിൽ ജോലിക്കായി എത്തിയ 23-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ. മേനംകുളം കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറി റിബ്സനാണ് പിടിയിലായത്. സ്പാ നടത്തിപ്പുകാരിയും ഇടനിലക്കാരിയും ഒളിവിലാണ്. കഴക്കൂട്ടത്ത് ഒരു സ്പായിൽ വെച്ചായിരുന്നു പീഡനം. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് പാലക്കാട് സ്വദേശിനിയായ 23-കാരി കഴക്കൂട്ടത്ത് ജോലിക്കായി എത്തിയത്. കഴക്കൂട്ടത്തെ ഒരു സ്ഥാപനത്തിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അതിനിടെയാണ് ആലപ്പുഴ സ്വദേശിയായ സുഹൃത്ത് വഴി തിരുവനന്തപുരത്ത് എത്തിയത്. തുടർന്ന് ഇടപാടുകാരനായ റിബ്സനെ വിളിച്ചു വരുത്തി യുവതിയെ ബലമായി മുറിയിൽ കയറ്റി ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇത് സ്പായിലെ പീഡനമാണ്. ഇത് എന്താണ് സംഭവിച്ചത്? എന്താണ് പോലീസിന്റെ കണ്ടെത്തൽ? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന നിലയിലാണ് ഈ പെൺകുട്ടി ജോലിക്ക് വന്നത്. അവരെയാണ് ഇത്തരത്തിൽ സ്പായിൽ കൊണ്ടുവരികയും അവിടെ ഈ DYFIയുടെ പ്രാദേശിക നേതാവ് കൂടിയാണ് ഈ പ്രതി റിബ്സൺ. കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയാണ്. കൽപ്പന കോളനിയുടെ ആ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFIയുടെ പ്രാദേശിക നേതാവുമാണ് റിബ്സൺ. ആ സ്പായിൽ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുവന്ന് റിബ്സന്റെ ഉള്ള മുറിയിലേക്ക് കയറ്റി വിടുകയായിരുന്നു. ഫ്രണ്ട് ഓഫീസ് ജോലി ചെയ്യുന്ന ആൾ എന്തിനിവിടെ വന്നു, എന്തിനു കൊണ്ടു ചോദ്യത്തിന് മറുപടി പറയാതെ ബലപ്രയോഗത്തോടുകൂടി പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിരുന്നു ശ്രമം. തുടർന്ന് പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. 1-ാം തീയതിയായിരുന്നു സംഭവം. ഇവർ പാലക്കാട് സ്വദേശിയാണ്. അവിടെ നിന്ന് ജോലിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തെ ഈ സ്പായിലേക്ക് എത്തുകയായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന ജോലി നൽകാമെന്ന് പറഞ്ഞാണ് ഈ ആലപ്പുഴ സ്വദേശിയായ സുഹൃത്ത് വഴി അവർ തിരുവനന്തപുരത്ത് എത്തിയത്. പിന്നീട് ഇവരെ സ്പായിലേക്ക് വിളിച്ചു വരുത്തി ജോലി അവിടെയാണെന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഇവിടെ വെച്ച് ഈ പ്രതി DYFI നേതാവ് അവിടെ വരികയും മുറിയിൽ വെച്ച് ബലമായി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴും ബലപ്രയോഗത്തിലൂടെ വീണ്ടും വരെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമുണ്ട്. അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവതി ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ എത്തിയാണ് കാര്യം പറഞ്ഞത്. പെൺകുട്ടി തൻ്റെ ഭർത്താവിനോടും ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് പോലീസിൽ പരാതി കൊടുക്കാൻ നിർദ്ദേശിച്ചത്. പോലീസ് അവിടെ എത്തി പെൺകുട്ടിയുടെ പരാതി ശരിയാണെന്ന് പരിശോധിച്ചു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പ്രതിയിലേക്ക് റിബ്സനാണ് പ്രതി എന്ന ഇതിലേക്ക് പോലീസ് പോയത്. അങ്ങനെയാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. 2 യുവതികൾ കൂടി, ഈ സ്പാ നടത്തിപ്പുകാരായ 2 യുവതികളെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഒരാളെ കസ്റ്റഡി എടുത്തിട്ടുമുണ്ട്. ഏതായാലും ജോലിക്കെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി, അതും അപേക്ഷ ജോലിക്കല്ല, മറ്റൊരു ജോലിക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന ജോലിക്ക് വിളിച്ചു വരുത്തിയ യുവതിയെ സ്പായിൽ ജോലി ചെയ്യണമെന്ന് നിർബന്ധിച്ചു. അതിനും അപ്പുറത്തേക്ക് ഒരു കസ്റ്റമർക്ക് വേണ്ടി അവരെ കാഴ്ചവെക്കാൻ ശ്രമിച്ചു എന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് സ്പാ ഉടമയ്ക്കെതിരെയും നടത്തിപ്പുകാർക്കെതിരെയും ഒക്കെ ഉള്ളത്. അതിന് പ്രതിസ്ഥാനത്തുള്ളത് അവിടുത്തെ ആ പ്രദേശത്തെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. DYFIയുടെ പ്രാദേശിക നേതാവും കൂടിയാണ്. അങ്ങനെ ഇയാൾക്ക്, അതായത് ഈ റിബ്സണ്, ഈ പ്രതിക്ക് ഈ സ്പായുമായുള്ള ബന്ധം എന്താണ്? ഇതിൽ ഈ നടത്തിപ്പുമായി ബന്ധമുണ്ടോ അതോ ഇടനിലക്കാരനാണോ? അയാൾ സ്പായിൽ കസ്റ്റമറായി വന്നയാളെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് അയാൾക്ക് മറ്റേതെങ്കിലും ബന്ധം അവിടെ ഉള്ളതായി പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടി പെൺകുട്ടിയെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ സ്പാ നടത്തിപ്പുകാരായ സ്ത്രീകളടക്കമുള്ള 2 പേരിൽ നിന്നും അതുപോലെ തന്നെ ഉടമസ്ഥൻ നിന്നുമൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് അവരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. സ്വാഭാവികമായും സ്പായിൽ പലതരം ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അവരെ പീഡിപ്പിക്കാൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരായ പരാതി. പെൺകുട്ടിയുടെ പരാതിയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. മാത്രമല്ല അവരുടെ ജോലിക്ക് കൊണ്ടുവന്നതും ഈ സ്പായിലേക്കെന്ന് പറഞ്ഞല്ല, മറ്റൊരു കഴക്കൂട്ടത്തിലെ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ റിസപ്ഷൻ എക്സിക്യൂട്ടീവായി ജോലിക്ക് കൊണ്ടുവന്നതാണ്. അവരെയാണ് ഇത്തരത്തിൽ പറഞ്ഞ് പറ്റിച്ച് മറ്റൊരു സ്പായിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇയാൾക്ക് ഈ സ്പായുമായി മറ്റേതെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു. ആദ്യം ഈ പെൺകുട്ടി പരാതി പറഞ്ഞതെങ്കിലും അറസ്റ്റിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ 1-ാം തീയതി നടന്ന സംഭവമാണ്. പിന്നീട് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പ്രതി ഇയാളാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഇയാളിലേക്ക് അന്വേഷണം എത്തുകയും ഈ റിബ്സനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇയാൾക്ക് മറ്റേ ബന്ധം ഈ സ്പായുമായി ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. ടോം, ഈ രണ്ട് ജീവനക്കാർ, അതായത് ഈ സ്പാ നടത്തിപ്പുകാരായിട്ടുള്ള 2 യുവതികൾ ഒളിവിലാണെന്നാണല്ലോ വിവരം. ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? മാത്രമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കില്ല. നമുക്കറിയാം ഈ സ്പാകളുടെ മറവിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഈ പത്തനംതിട്ടയിലെ
ഒരു സ്പായിൽ നടന്ന ലൈംഗിക അതിക്രമം അതേറെ ചർച്ചയായതാണ്. സമാനമായി കേരളത്തിലെ പല സ്പാകളിലും, കാരണം സ്പാ കച്ചവടം എന്ന് വ്യാപകമായി കേരളത്തിലെ പല നഗരങ്ങളിലും വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ മറവിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുവതികളുടെ ഒരു പങ്കെന്താണ്, ഈ കേസിലെ പങ്കെന്താണ്, അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് അരുൺ? അതിലൊരാൾ കസ്റ്റഡിയിലായെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ യുവതികൾ സ്പാ നടത്തിപ്പ് സംഘത്തിലുള്ളവരാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് BJPയുടെ ഭരണസമിതി തലസ്ഥാനത്ത് അധികാരം ഏറ്റെടുത്ത ആ സമയങ്ങളിൽ ഒരു വാർത്ത വന്നു. സെക്രട്ടേറിയറ്റിന് എതിർവശത്തുള്ള ഭരണശ്ലാഘത്തിന് നേരെ എതിർവശത്തുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ അവിടെ ഒരു സ്പാ പ്രവർത്തിച്ചിരുന്നു. അത് BJPയുടെ ഒരു മോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ, കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അന്ന് വളരെ മേയർക്ക് നേരിട്ട് ഒരു പെൺകുട്ടി ഇതുപോലെ ജോലിക്കെന്നും പറഞ്ഞ് സ്പായിലേക്ക് കൊണ്ടുവരികയും അവിടെ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ലൈംഗിക ഉദ്യോഗസ്ഥർ പെരുമാറുകയും ചെയ്യുന്ന പരാതി മേയർക്ക് നേരിട്ട് ലഭിച്ചു. അങ്ങനെയാണ് അവിടെ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. അവിടെ വെച്ച് ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജില്ലയിലെ എല്ലാ സ്പായികളും ഇത്തരം പരിശോധന ഉണ്ടാകും. ഒന്ന് രണ്ട് ദിവസമൊക്കെ അത്തരത്തിൽ പരിശോധനയുമായി ഭരണസമിതി മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് അത് തുടർച്ച ഉണ്ടായില്ല. അതിന് കാരണമായി പറഞ്ഞു കേട്ടത് ഈ സ്പാ നടത്തിപ്പ് തന്നെ BJPയുടെ പ്രധാനപ്പെട്ട നേതാവിൻ്റെ, കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്ന ഒരു ന്യൂനപക്ഷ മോർച്ച നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്പായായിരുന്നു അത്. അതോടുകൂടി ഈ പരിശോധനകളൊക്കെ നിലച്ചു പോവുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി സ്പാകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട്, അനാശാസ്യം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത്, അനാശാസ്യം നടക്കുന്നതിനപ്പുറത്തേക്ക് മറ്റു ജോലിക്കെന്ന് പറഞ്ഞു കൊണ്ടുവന്ന പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് ഇത്തരം പ്രവർത്തികളിലേക്ക് തള്ളിവിടുന്നു. അതാണ് സ്റ്റാച്യൂവിലെ സ്പായിലുണ്ടായത്. അതുതന്നെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്തും സംഭവിച്ചത്. അതാണ് ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അനധികൃത സ്പാകൾ നിരവധിയുണ്ട് എന്ന് മേയർ തന്നെ, ഭരണസമിതി തന്നെ അന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ അതിന് 1-2 ദിവസത്തെ പരിശോധന ഒതുങ്ങി അതിൻ്റെ തുടർ നീക്കങ്ങൾ, അതിനുശേഷം കാര്യമായ പരിശോധന ഒരിടത്തും നടന്നില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് കൂടി ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരത്തിൽ ഉൾപ്പെടെ സ്പാ സെൻ്ററുകൾ തഴച്ചു വളരുകയാണ്. ഇതിൻ്റെ മറവിൽ പല അനാശാസ്യ പ്രവർത്തനങ്ങളും ലൈംഗിക ചൂഷണവും നടക്കുന്നുണ്ട്. കർശനമായ ഇടപെടലുകൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.